ഹലോ ഫ്രണ്ട്സ്, കോൺസർവേഷൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മഹിമനെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തിയ പോലെ നമ്മുടെ ഗിരി സംസാരിക്കണം കേട്ടോ. നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, നാളെ തന്നെ നീ ഹോസ്റ്റലിലേക്ക് പോകണം എന്നൊക്കെ പറയണം. അതൊക്കെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മുടെ മഹിമ ഭാനുമനത്ത് പറഞ്ഞല്ലോ 101 പ്രദക്ഷിണം വെക്കണം, പൂജ ഫലമായി തുടങ്ങി പറഞ്ഞ 101 പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാനുമതി പറഞ്ഞു ആ ശരി ഞാൻ വെച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. ആ ടോക്ക് സംസാരിച്ചു നമ്മുടെ ഗിരിയോട്. എത്ര പണി കൊടുത്താലും അമ്മ അത് ചെയ്യും. ചെയ്തിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ കാണുമ്പോൾ ഗിരിയേട്ടന് എന്താ ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ലേ? കുഞ്ഞാറ്റിയോടും സ്വപ്നയോടും ഭാനുമമ്മിയുടെ അടുത്തൊന്നും ഒന്ന് സംസാരിക്കാൻ തോന്നുന്നില്ലേ? എന്താ ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗിരിനെ കുറ്റപ്പെടുത്താണ് കേട്ടോ. അത് നമ്മുടെ ഗിരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അമ്മനെയും സഹോദരനെയും അല്ലേ പറയണത്. അതങ്ങോട്ട് പിടിക്കണില്ല. അത് പൊള്ളാണ് ആൾക്ക്. അപ്പോൾ നമ്മുടെ മഹിമയോട് പറയും, നീ എന്തിനാ വെറുതെ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ നിൽക്കണം? നീ നാളെ മുതൽ ഹോസ്റ്റലിൽ പോയി നിന്നോ, ഇവിടെ നിൽക്കണ്ട വേണ്ടി പറയും. ഞാൻ പോകും തന്നെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചേച്ചിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കണത്. കാരണം എൻ്റെ ചേച്ചി പറഞ്ഞത് എനിക്ക് അമ്മനെ പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്. ഞാൻ നോക്കിക്കോളാം എൻ്റെ മഞ്ജുവിൻ്റെ കാര്യം കൊണ്ട് പറയണം. അത് ചിരിപ്പിക്കല്ലേ, വെറുതെ വേണ്ടാത്ത കാര്യം പറയുന്നത് കൊണ്ട് ഗിരിയോട് സംസാരിക്കണം കേട്ടോ. എനിക്കറിയാം ചേച്ചിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഗിരിയേട്ടൻ എങ്ങനെയാണ് അമ്മയോടൊക്കെ പെരുമാറുന്നത് ഞാൻ കണ്ടല്ലോ. അത് കാരണമാണ് ഞാൻ ഇവിടെ തന്നെ ഇത്ര നാൾ നിന്നത്. ഞാൻ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ പോകാൻ വേണ്ടി ആ ശരി നീ പോയിക്കോ, അതാ നല്ലത് എനിക്ക് വേണ്ടി പറയണം. എന്നിട്ട് ഗിരി അവിടുന്ന് പോവാട്ടോ. പോകുമ്പോൾ നമ്മുടെ മഹിമ പറയും ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എല്ലാം സോൾവ് ആവാൻ വേണ്ടി. ആ ശരി ശരി എന്താ കാര്യം പറയാൻ വേണ്ടി പറയണേ? ഇല്ല അതൊന്നുമില്ല, ഗിരിയേട്ടൻ തന്നെ ആ കാര്യം അവതരിപ്പിച്ചു പറഞ്ഞാൽ പൂജന്റെ ആ ഏലത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വേണ്ടി പറയണേ. അത് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ മഹിമനെ തല്ലാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.